ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മളെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയുമ്പോൾ നമ്മളെ ചാനൽ ആഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല എന്തായി മോണിറ്റൈസ്ഡ് എന്ന്. അവർക്കായിട്ട് പറയുകയാണ്, നമ്മളെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സും 2,40,000 മിനിറ്റും വാച്ചവേഴ്സും അതുപോലെ 10,000 വ്യൂസും ആയാലാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ ഏകദേശം അതിലേറെ ആയിട്ടുണ്ട്. വ്യൂസൊക്കെ അതിലേറെ എത്രയോ കൂടിയിട്ടുണ്ട്. അതുപോലെ 2,60,000 മിനിറ്റിലേക്കാളും പോയിട്ടുണ്ട് വാച്ചവേഴ്സ്. അതുപോലെ 1,800 സംതിങ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, അവർ അപ്രൂവ് ചെയ്തു. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ വാഞ്ചോ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു അപ്പോഴത്തെ സന്തോഷത്തിന് ഒരു കേക്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള സെലിബ്രേഷൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡെക്കറേഷൻ വർക്ക്സ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ലെയറും അപ്പോൾ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഈ വാഞ്ചോ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കേക്കാണല്ലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മളതുപോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ആദ്യം ഇതുപോലെ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ, ക്രീം ലെവൽ ചെയ്തെടുക്കാനും ഒക്കെ. അപ്പോൾ ഇനി നമ്മൾ ലെവലെടുത്ത് ലെവൽ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത വാനില സ്പോഞ്ച് കേക്കും കൂടെ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലും അതുപോലെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് അതുപോലെ വാനില കേക്കും കുക്കറിൽ ചെയ്യുന്നു, അതുപോലെ ഓവനിൽ ചെയ്യണമൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാതിരുന്നത്. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വാനില കേക്ക് ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് ഗനാഷും ചോക്ലേറ്റ് ഗനാഷും ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് വിപ്പിംഗ് ക്രീം അധികം തിക്കായിട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒരു ജാർ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വാനില കേക്ക് ചെയ്തപ്പോൾ അതിൽ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ചെയ്തപ്പോൾ ഒരു ലെയർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഒരു ജാർ കേക്ക് ചെയ്യാൻ വെച്ചു. അതിൻ്റെ ആ ലിഡിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേക്ക്. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് ആവണം, എന്നാലും നമുക്ക് ആ ഒരു സോഫ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വാഞ്ചോ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ബാക്കി ചോക്ലേറ്റ് ഗനാഷോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഏകദേശം ഒരു സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് അതുപോലെ വൈറ്റ് ഗനാഷൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലൂടെ ചോക്ലേറ്റ് ഗനാഷ് ചൂടോടെ തന്നെ ഒഴിക്കാൻ പാടില്ല. നമ്മൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം
ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേക്ക്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ചില വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാതിരുന്നത്. അതുപോലെ നമ്മൾ ജസ്റ്റ് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. നമ്മൾ സൈഡിലും ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് കഴിക്കാൻ തുടങ്ങുകയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല യമ്മി ആയിട്ടുണ്ട്. ഏതായാലും ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.